വെൽക്കം ബാക്ക്. നിയമസഭാ തെരഞ്ഞെടുപ്പിനിടെ കെ സുധാകരനെതിരെ KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് AICCക്ക് നൽകിയെന്ന തരത്തിൽ പ്രചരിക്കപ്പെട്ട കത്തിൽ അന്വേഷണം പുരോഗമിക്കുകയാണ്. സുധാകരന്റെ സഹോദരി പുത്രനും KS ബ്രിഗേഡിന്റെ പ്രധാന സംഘാടകനുമായ അജിത്തിനെ പോലീസ് ചോദ്യം ചെയ്തിരുന്നു. ഫോർവേഡ് ചെയ്ത് കിട്ടിയ കത്ത് യഥാർത്ഥ കത്താണോ വ്യാജമാണോ എന്നറിയാൻ ചിലരോട് ചോദിക്കുക മാത്രമാണ് ചെയ്തതെന്നാണ് അജിത്തിന്റെ വിശദീകരണം. KPCC പ്രസിഡന്റ് നൽകിയ പരാതിയിലാണ് പോലീസിന്റെ അന്വേഷണം നടക്കുന്നത്. VS രഞ്ജിത്ത് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. രഞ്ജിത്ത്, ഈ കത്ത് കോൺഗ്രസിൽ വലിയ വിവാദങ്ങൾക്ക് വഴിവെച്ചതാണ്. അതിന് പിന്നാലെ KSന്റെ മരുമകനെ ചോദ്യം ചെയ്യുന്ന പോലീസ് നീക്കം, അതിനെ നമ്മൾ ഈ ഘട്ടത്തിൽ കാണേണ്ടത് എങ്ങനെയാണ് VS രഞ്ജിത്ത്? ഇത് KPCC പ്രസിഡന്റിന്റെ തന്നെ പരാതിയിലാണ് ഇപ്പോൾ അന്വേഷണം നടക്കുന്നത്. കാരണം ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപായി K സുധാകരന് സീറ്റ് നിഷേധിക്കാനുള്ള കാരണം സണ്ണി ജോസഫ് ആണ് എന്ന തരത്തിൽ അതിനെ വ്യാഖ്യാനിക്കാവുന്ന രീതിയിൽ ഒരു കത്ത് പ്രചരിപ്പിക്കുകയും അത് യഥാർത്ഥ കത്താണ് എന്ന രീതിയിൽ കോൺഗ്രസിലെ ഒരു വിഭാഗം തന്നെ സണ്ണി ജോസഫിനെതിരെ വലിയ പ്രതിഷേധം ഉയർത്തുകയും ചെയ്തിരുന്നു. ഈ സാഹചര്യത്തിലാണ് സണ്ണി ജോസഫ് ഒരു പരാതി കൊടുക്കുന്നത് പോലീസ്. അതിന്റെ അടിസ്ഥാനത്തിലാണ് അന്വേഷണം നടക്കുന്നത്. അപ്പോൾ K സുധാകരനുമായി ബന്ധമുള്ള ആരോ തന്നെയാണോ ഇത് പ്രചരിപ്പിക്കുന്നതെന്ന അർത്ഥത്തിലുള്ള സംശയവും ഉണ്ടായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇപ്പോൾ KS ബ്രിഗേഡിന്റെ പ്രവർത്തകനും അതുപോലെ K സുധാകരന്റെ സഹോദരി പുത്രനുമായ അഭിജിത്തിനെ ചോദ്യം ചെയ്തിട്ടുള്ളത്. പക്ഷെ അഭിജിത്തിന്റെ മൊഴി പ്രകാരം അത് ഫോർവേഡ് ചെയ്ത് കിട്ടിയതാണ് എന്നുള്ളതാണ്. അതിന്റെ ഉറവിടം കണ്ടെത്താനും വേണ്ടി സാധിച്ചിട്ടില്ല. ഫോർവേഡ് ചെയ്ത് കിട്ടിയ സാധനം കത്ത് അത് ഒറിജിനലാണോ യഥാർത്ഥ കത്താണോ എന്ന് അറിയാനുള്ളൊരു പരിശോധന അന്വേഷണം മാത്രമാണ് നടത്തിയത് എന്നുള്ളതാണ് ഇപ്പോൾ അഭിജിത്ത് മൊഴി നൽകിയിട്ടുള്ളത്. ശരി, VS രഞ്ജിത്ത് വിശദാംശങ്ങൾ പങ്കുവെക്കുകയായിരുന്നു. ഈ പോലീസ് അന്വേഷണം നടക്കുന്നതിനിടയിൽ ഈ കത്ത് വീണ്ടും ഒരു വിവാദത്തിന് വഴിവെക്കുമോ എന്നുള്ള കാര്യമൊക്കെ നമുക്ക് കണ്ടറിയാം.